നമസ്കാരം. മുഖ്യമന്ത്രിക്ക് തീവില, മന്ത്രിക്ക് കോടികൾ. മുഖ്യമന്ത്രി പോരിൽ വേണു തോറ്റു. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ഇങ്ങനെ തന്നെ പറയാൻ കഴിയൂ. കാരണം ഏകദേശം 102 സീറ്റ് നേടിയിട്ടും കോൺഗ്രസിലെ കടിപിടി കൂടുന്നു. മുഖ്യമന്ത്രി പോര് മുറുകുന്നു. ഇവിടെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഇപ്പോഴേ ഉടുപ്പ് തുന്നിച്ചവർ 102 പേർ, മുഖ്യമന്ത്രിക്ക് വേണ്ടി ഉടുപ്പ് തുന്നിച്ചവർ 3 പേർ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് തീവിലയാകുന്നു, മന്ത്രിക്ക് കോടികളുടെ വിലയാകുന്നു, മന്ത്രിമാരുടെ എണ്ണത്തിലും വലിയ വർധനമുണ്ടാകാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തിനാണ് ഇവരെ വിജയിപ്പിച്ചത് എന്ന് ചിലപ്പോൾ ഈ ജനങ്ങൾ ചോദിച്ചു പോകും. പാവം 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ നിന്ന്, വൃത്തികെട്ട ഭരണത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ നല്ല മാർജിനിൽ UDF-നെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടും നയിക്കാൻ ആളില്ലാതെ ഇങ്ങനെ തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം പോകുന്നു എന്നുള്ളത് വോട്ട് ചെയ്തവർക്ക് വിനയാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ തകർപ്പൻ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ചർച്ചകൾ വളരെ ഗംഭീരമായി സജീവമായി നടക്കുകയാണ്. ഇവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച കാലം സാക്ഷി, ചരിത്രം സാക്ഷി ഓർമ്മയാകുന്നത്. ഹൈക്കമാൻഡ് നിർണായ തീരുമാനമെടുക്കാനിരിക്കെ ആരാകും മുഖ്യമന്ത്രി എന്ന ആകാംക്ഷയിലാണ് UDF പ്രവർത്തകർ. തെരഞ്ഞെടുപ്പിൽ UDF-നെ മുന്നിൽ നിന്ന് നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനോ അതോ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയോ, ഇനി അതൊന്നുമല്ല എങ്കിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലോ ആരാകും മുഖ്യമന്ത്രി ചർച്ചയിൽ മുന്നിലെത്തുക എന്നതാണ് ആകാംക്ഷ. KC വേണുഗോപാലിനാണ് ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണ എന്ന അവകാശവാദം ഉയർന്നതോടെ തർക്കങ്ങൾ മുറുകുകയാണ്. അതേസമയം മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് അതിൻ്റെതായിട്ടുള്ള സവിശേഷമായ രീതികളുണ്ട് എന്നാണ് ചരിത്രം തെളിയിക്കുന്നത്. കേരളത്തിൽ മുൻപ് 4 തവണ നിയമസഭാ അംഗമല്ലാത്തവർ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എങ്കിലും കോൺഗ്രസിൽ അത്തരം സാഹചര്യം 2 തവണയാണ് ഉണ്ടായത്. ഈ 2 ചരിത്ര സന്ദർഭങ്ങളിലും മുഖ്യമന്ത്രി പദവിയിലെത്തിയത് AK ആന്റണി ആയിരുന്നു. 1977 കേരള കോൺഗ്രസ് ചരിത്രത്തിലെ അത്തരമൊരു ആദ്യത്തെ സംഭവം അരങ്ങേറുന്നത്. രാജൻ കേസിലെ കോടതി പരാമർശത്തെ തുടർന്ന് K കരുണാകരൻ രാജിവെച്ചപ്പോൾ പകരം ഒരാളെ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. അന്ന് MLA ആയിരുന്ന KPCC പ്രസിഡന്റ് AK ആന്റണിയെ മുഖ്യമന്ത്രിയാക്കുക എന്ന നിർദ്ദേശം CPI-യുടെ നേതാവ് MN ഗോവിന്ദൻ നായരാണ് മുന്നോട്ട് വെച്ചത്. മറ്റ് 3 പേരുകൾ കൂടി ചർച്ചയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഹൈക്കമാൻഡ് നിരീക്ഷകൻ C സുബ്രഹ്മണ്യം ആന്റണിയെ ഉറപ്പിക്കുകയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി അന്ന് 37-ാം വയസ്സിൽ ആന്റണി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം അവിവാഹിതനായിരുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. സ്ഥാനത്തിന് വേണ്ടി നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിക്കുന്ന രീതിക്ക് വിരുദ്ധമായിട്ട് ആന്റണിയെ മുഖ്യമന്ത്രി പദവി ഏറ്റെടുക്കുവാൻ നിർബന്ധിക്കുകയായിരുന്നുവെന്ന് അന്നത്തെ നിരീക്ഷകർ വെളിപ്പെടുത്തുകയാണ്. പിന്നീട് കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് തലേക്കുന്നിൽ ബഷീർ രാജിവെച്ച ഒഴിവിലാണ് ആന്റണി ഉപതെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിലെത്തിയത്. എന്നാൽ 1.5 വർഷത്തിന് ശേഷം കോൺഗ്രസ് പിളർന്നപ്പോൾ ഇന്ദിരാഗാന്ധിയോടുള്ള രാഷ്ട്രീയ വിയോജിപ്പിനെ തുടർന്ന് അദ്ദേഹം സ്വയം രാജിവെക്കുകയായിരുന്നു. തുടർന്ന് 1995 സഭാംഗമല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യം കോൺഗ്രസിൽ രണ്ടാമതും ഉണ്ടായത്. ഇത്തവണയും കരുണാകരന്റെ രാജിക്ക് പിന്നാലെയായിരുന്നു ആന്റണിയുടെ രംഗപ്രവേശം. ചാരക്കേസ് വിവാദങ്ങളെ തുടർന്ന് കരുണാകരൻ പടിയിറങ്ങിയപ്പോൾ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ആന്റണിയെ ഹൈക്കമാൻഡ് തിരിച്ചു വിളിക്കുകയായിരുന്നു. ആന്റണിയെ മുഖ്യമന്ത്രിയാക്കാൻ പ്രത്യേക വിമാനത്തിലാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. വ്യോമസേനയുടെ പ്രത്യേക വിമാനമായിട്ടുള്ള രാജഹംസയിൽ ആന്റണി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി എത്തിച്ചേരുന്നു. എന്നാൽ ഈ സ്ഥാനാരോഹണ ചടങ്ങ് വലിയ നാടകീയ മുഹൂർത്തങ്ങൾക്കാണെന്ന് തിരുവനന്തപുരത്ത് വഴിയൊരുക്കിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിയമസഭാ കക്ഷി യോഗത്തിൽ കരുണാകരൻ തന്നെ ആന്റണിയുടെ പേര് നിർദ്ദേശിച്ചുവെങ്കിലും സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങൾ ലീഡർ ബോധപൂർവം സൃഷ്ടിക്കുകയായിരുന്നു. നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു എന്ന കൃത്യമായ കത്ത് രാജ്ഭവന് നൽകാൻ കരുണാകരൻ അന്ന് തയ്യാറായില്ല. വയലാർ രവിയും PC ചാക്കോയും ഉൾപ്പെടെയുള്ള നേതാക്കൾ കരുണാകരന്റെ അനുമതിക്കായിട്ട് അന്ന് ക്ലിഫ് ഹൗസിൽ എത്തിയെങ്കിലും അദ്ദേഹം നീന്താൻ പോയി എന്ന മറുപടിയാണ് ലഭിച്ചത്. ഒടുവിൽ ട്രെയിൻ മാർഗം ഗുരുവായൂരിലേക്ക് പോയ കരുണാകരനെ യാത്രക്കിടയിൽ കണ്ട് സമ്മതം വാങ്ങിയാണ് ഗവർണർക്ക് കത്ത് കൈമാറിയത്. അന്ന് മുസ്ലിം ലീഗിന്റെ ഉറച്ച സീറ്റായിട്ടുള്ള തിരൂരങ്ങാടിയിൽ മത്സരിച്ചാണ് ആന്റണി പിന്നീട് നിയമസഭയിലെത്തിയത്. കോൺഗ്രസിന് പുറമെ CH മേനോൻ, EK നായനാർ എന്നിവരും MLA അല്ലാതിരിക്കെ മുഖ്യമന്ത്രി പദവിയിൽ എത്തിച്ചേർന്നവരാണ്. 1969 EMS സർക്കാരിന്റെ പതനത്തിന് പിന്നാലെ രാജ്യസഭാ അംഗമായിരിക്കെയാണ് CH മേനോൻ
മുഖ്യമന്ത്രിയായത്. അദ്ദേഹം കൊട്ടാരക്കരയിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് സഭയിലെത്തുകയും ചെയ്തു. 1996 ഇടതുമുന്നണി അധികാരത്തിലെത്തിയപ്പോൾ VS അച്യുതാനന്ദൻ അപ്രതീക്ഷിതമായിട്ട് മാരാരിക്കുളത്ത് പരാജയപ്പെട്ടതാണ് EK നായനാർക്ക് വഴി തുറന്നത്. അന്ന് VS തന്നെയാണ് നായനാരുടെ പേര് നിർദ്ദേശിച്ചത് എന്നതും ചരിത്രം. തലശ്ശേരി മണ്ഡലത്തിൽ നിന്നും ജയിച്ചാണ് നായനാർ പിന്നീട് മുഖ്യമന്ത്രി പദം തന്നെ ഉറപ്പിച്ചത്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഉടനടി MLA അല്ലാത്ത ഒരാൾ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ സാഹചര്യം നിലവിലില്ല. 1977-ലും 1995-ലും ഇടക്കാലത്തുണ്ടായ ഭരണമാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ആന്റണിക്ക് അത്തരം അവസരങ്ങൾ തന്നെ ഉണ്ടായത്. എന്നാൽ 2026-ലെ ഈ ഉജ്ജ്വല വിജയത്തിന് ശേഷം ഹൈക്കമാൻഡ് ആരെയാണ് നിയോഗിക്കുക എന്നതിൽ ആകാംക്ഷ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിലെ പ്രബല നേതാക്കൾ എല്ലാവരും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ വിജയിച്ചു വന്നവരാണ് എന്നുള്ള പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട്. എങ്കിലും കീഴ്വഴക്കങ്ങൾക്കപ്പുറം ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ പുതിയൊരു ചരിത്രത്തിന് വഴിയൊരുക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഹൈക്കമാൻഡ് നിരീക്ഷകർ കേരളത്തിലെത്തി MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം അന്തിമ തീരുമാനമെടുക്കും. ഇതിനിടെയാണ് പഴയ ചരിത്രങ്ങൾ ചർച്ചയാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കാലം സാക്ഷി ചരിത്രം സാക്ഷി എന്ന്. മുഖ്യമന്ത്രിയെ അങ്ങനെ തിരഞ്ഞെടുക്കട്ടെ. ആ മുഖ്യമന്ത്രി ആരായാലും ഈ 102 സീറ്റ് നൽകിയ ജനങ്ങൾക്ക് ആഭിമുഖ്യമുള്ളവരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വ്യക്തിയായിരിക്കണം എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പക്ഷെ ഇതൊന്നുമല്ലാതെ കെട്ടിയിറക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കോൺഗ്രസ് ഇവിടെ കൊണ്ടുവരുന്നത് എങ്കിൽ, അത് KC വേണുഗോപാലിനെ പോലൊരു മരവാഴയാണ് കൊണ്ടുവരുന്നത് എങ്കിൽ ഇതോടുകൂടി തീരുന്നു. ചരിത്രത്തിന്റെ താളുകളിൽ എഴുതി വെക്കപ്പെടുന്ന തരത്തിലേക്ക് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടി ഇല്ലാതാകും എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകില്ല.